നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പേഴ്സ് എന്ന് പറയുന്നത്, അല്ലെ? പണം സൂക്ഷിക്കാൻ മാത്രമല്ല, പ്രധാനപ്പെട്ട കാർഡുകളായാലും തിരിച്ചറിയൽ കാർഡുകളായാലും ചിലപ്പോൾ ചെറിയ രേഖകൾ പോലും നമ്മൾ പേഴ്സിൽ സൂക്ഷിക്കാറുണ്ട്. നമ്മുടെ കൂടെ, നമ്മുടെ ഒരു ഭാഗമായിട്ട് നമ്മുടെ എല്ലാ പ്രധാന കാര്യങ്ങളിലും കൂടെ വയ്ക്കുന്ന അല്ലെങ്കിൽ കൂടെ കൊണ്ടുപോകുന്ന ഒരു വസ്തു തന്നെയാണ് ഈ പേഴ്സ് എന്ന് പറയുന്നത്. വാസ്തുശാസ്ത്രത്തിലും പേഴ്സുകള് വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് കണക്കാക്കുന്നത്. ചില വസ്തുക്കള് പേഴ്സിൽ വയ്ക്കുന്നത് സമ്പത്തിന്റെ ദേവതയായിട്ടുള്ള ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൊണ്ടുവരില്ലെന്നാണ് പറയപ്പെടുന്നത്. ഇത് നിരന്തരമായിട്ടുള്ള പണക്ഷാമത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ പേഴ്സിൽ എന്തൊക്കെ സൂക്ഷിക്കണം, എന്തൊക്കെ സൂക്ഷിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ചില വസ്തുക്കൾ നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കുന്നത് വഴി നമുക്ക് വലിയ രീതിയിലുള്ള ധനനഷ്ടം ഉണ്ടാകും, അല്ലെങ്കിൽ ആ പേഴ്സിലേക്ക് ധനം വന്നു കയറില്ല. നമ്മൾ എത്രയൊക്കെ അധ്വാനിച്ചു കഴിഞ്ഞാലും ആ പേഴ്സിൽ വയ്ക്കുന്ന ധനം അത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കും. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ കാരണമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാകാം അതിൽ ധനം നിൽക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. വാസ്തുശാസ്ത്രം അനുസരിച്ച് നമ്മുടെ പേഴ്സിൽ നമ്മൾ സൂക്ഷിക്കുന്ന ചില വസ്തുക്കൾ അല്ലെങ്കിൽ പേഴ്സിനോട് നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ പോലും നമുക്ക് ധനനഷ്ടം ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത ചില വസ്തുക്കളെ കുറിച്ചാണ്. നിങ്ങളുടെ പേഴ്സിൽ ഞാൻ ഇന്ന് ഇവിടെ പറയുന്ന വസ്തുക്കളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റുക. അപ്പൊ തന്നെ ആ പേഴ്സിലേക്ക് ഒരു ഐശ്വര്യം വരും, ധനത്തെ ആകർഷിക്കും. പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് ധനം സൂക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നത്, അല്ലെ? നമ്മുടെ ധനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ ഏറ്റവും ആദ്യം ഉപയോഗിക്കുന്നത് പേഴ്സ് തന്നെയാണ്. അതിനുള്ളിലാണ് നമ്മൾ ധനം വയ്ക്കുന്നത്. അപ്പൊ അത്രമേൽ പ്രാധാന്യമുള്ള ഒരു വസ്തു തന്നെയാണ് ഈ പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ വസ്തുക്കൾ, നമ്മുടെ പേഴ്സിൽ നിന്നും ഒഴിവാക്കേണ്ട വസ്തുക്കൾ ഏതൊക്കെയാണ് എന്നുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമ്മുടെ വാലറ്റിൽ ഒരു കാരണവശാലും സൂക്ഷിക്കാൻ പാടില്ലാത്ത വസ്തുക്കളിൽ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് കീറിയ നോട്ടുകളെ കുറിച്ചാണ്. ചില ആളുകൾ കീറിയ നോട്ടുകൾ, ഒരുപാട് കാലമായിട്ടുള്ള നോട്ടുകൾ പേഴ്സിൽ വയ്ക്കാറുണ്ട്, അല്ലെ? ചിലപ്പോൾ നമുക്ക് അറ്റാച്ച്മെന്റ് ഉള്ള ഒരു പൈസയാകാം, അത് വളരെ തുച്ഛമായിട്ടുള്ള രൂപയായിരിക്കും. എന്നിരുന്നാലും കീറി മോശമായിട്ടുള്ള നോട്ട് നമ്മൾ അതുപോലെ തന്നെ പേഴ്സിൽ വയ്ക്കും. എന്നാൽ ഒരു കാരണവശാലും കീറിയ നോട്ടുകൾ നമ്മുടെ വാലറ്റിൽ സൂക്ഷിക്കരുത് എന്നാണ് പറയുന്നത്. ഇവ പണത്തിന്റെ ഊർജത്തെ നെഗറ്റീവ് ആക്കും. സമ്പത്തിന്റെ ദേവതയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, എപ്പോഴും പണം ഉണ്ടാകണമെങ്കിൽ പുതിയതും നല്ല നിലയിലുള്ളതുമായിട്ടുള്ള നോട്ടുകൾ വേണം നമ്മുടെ വാലറ്റിൽ സൂക്ഷിക്കാനായിട്ട്. പഴയതും കീറിയതുമായിട്ടുള്ള നോട്ടുകൾ സൂക്ഷിക്കുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ കീറിപ്പറഞ്ഞ നോട്ടുകളൊക്കെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് ഒഴിവാക്കുക. ഇനി അടുത്ത ഒരു വസ്തു എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ പേഴ്സിൽ കാണുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ പേഴ്സിലേക്കൊന്ന് നോക്കിയേ. പഴയ ബില്ലുകൾ ഉണ്ടാവും, ഏതെങ്കിലും രസീതുകളൊക്കെ ഉണ്ടാവും, അനാവശ്യമായിട്ടുള്ള പേപ്പറുകൾ ഉണ്ടാവും. ഇവയൊന്നും ഇല്ലാത്ത വാലറ്റുകൾ വളരെ കുറവായിരിക്കും. എന്നാൽ ഇതൊന്നും തന്നെ, അനാവശ്യമായിട്ടുള്ള ഒരു വസ്തുക്കളും നമ്മുടെ വാലറ്റിൽ സൂക്ഷിക്കരുത് എന്നാണ് പറയുന്നത്. പഴയ ബില്ലുകൾ അതൊക്കെ ഉപയോഗശൂന്യമായതായിരിക്കും. എന്നിരുന്നാലും അത് നമ്മൾ ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിച്ചു, ആ ബില്ല് പേഴ്സിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ കളയില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ പലപ്പോഴും ചെറിയ ബില്ലുകളായാലും രസീതുകളായാലും നമ്മുടെ വാലറ്റിൽ സൂക്ഷിക്കുന്നത് ഇത് അവയെ വലുതും അലങ്കോലവുമാക്കും എന്നാണ് പറയുന്നത്. അതായത് വാസ്തുശാസ്ത്രം അനുസരിച്ച് ഇത് പണത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും. നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ രൂപയുടെ കണക്കുകളാണ് നമ്മൾ സൂക്ഷിക്കുന്നത് എങ്കിൽ വീണ്ടും നമുക്ക് ധനനഷ്ടം തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള വാലറ്റുകൾ വാങ്ങിച്ചാൽ മാത്രം പോരാ, അത് ഇടയ്ക്കിടെ വാലറ്റ് വൃത്തിയാക്കുകയും പഴയ പേപ്പറുകൾ നീക്കം ചെയ്യുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ഇനി അടുത്ത ഒരു വസ്തു എന്ന് പറയുന്നത് മൂർച്ചയുള്ള വസ്തുക്കളാണ്. ചില ആൾക്കാരുടെ പേഴ്സിൽ താക്കോലുകള്, പൊട്ടിയ പേനയുടെ കഷ്ണങ്ങള്, മറ്റ് ചെറിയ ചെറിയ വസ്തുക്കള് ഇവയൊക്കെ ഉണ്ടാകും. മൂർച്ചയുള്ളതോ പൊട്ടിപ്പോകാവുന്നതോ ആയിട്ടുള്ള വസ്തുക്കൾ നമ്മുടെ പേഴ്സിൽ വയ്ക്കുന്നത് ഒഴിവാക്കണം. ഇവയും ഈ പറഞ്ഞതുപോലെ നെഗറ്റീവ് എനർജിയെ ആകർഷിക്കുകയും നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യും.
ഒരു രീതിയിലുള്ള പൊട്ടിയ വസ്തുക്കളും നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കാനായിട്ട് പാടില്ല. ഇനി അടുത്ത ഒരു വസ്തു എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിഗ്രഹങ്ങളാണ്. ചില ആളുകൾ ദൈവത്തിന്റെ ചിത്രങ്ങൾ പോലും അവരുടെ പേഴ്സുകളിൽ സൂക്ഷിക്കും. എന്നിരുന്നാലും വാസ്തുപ്രകാരം ഇതും അനുചിതമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പേഴ്സ് എന്നത് ദിവസവും കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതിൽ നിന്ന് പണം നിരന്തരം അകത്തേക്കും പുറത്തേക്കും ഒഴുകിക്കൊണ്ടേയിരിക്കും. പല ആളുകളും ദൈവത്തിന്റെ ചിത്രം പേഴ്സിൽ സൂക്ഷിക്കുന്നതിന്റെ കാരണം അതില് ഭാഗ്യദേവതയുടെ ഒരു കടാക്ഷം ഉണ്ടാവാനായിട്ട്, അല്ലെങ്കിൽ ആ പേഴ്സിലേക്ക് ധനം വന്നു കയറാനായിട്ടാണ് അല്ലെ. എന്നാൽ പേഴ്സിൽ നമ്മൾ ഇതുപോലെ ദൈവിക ചിത്രങ്ങൾ സൂക്ഷിക്കുന്നത് ആ ചിത്രത്തോടുള്ള ബഹുമാനമില്ലായ്മയാണ് കാണിക്കുന്നത്. ഇതും നിങ്ങൾക്ക് ധനനഷ്ടം തന്നെയാണ് സമ്മാനിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ദൈവിക ചിത്രങ്ങളോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളോ ഒന്നും തന്നെ നമ്മുടെ പേഴ്സിനുള്ളിൽ സൂക്ഷിക്കാനായിട്ട് പാടില്ല. ചില ആളുകൾ കീ ചെയിനൊക്കെ പേഴ്സിൽ തന്നെ ചെറിയ കീ ചെയിനൊക്കെ ദൈവിക ചിത്രങ്ങളുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള കീ ചെയിനൊക്കെ ഇടാറുണ്ട്. അതൊന്നും ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ ധനം സൂക്ഷിക്കുന്ന ആ ഒരു സാധനം അല്ലെങ്കിൽ ആ ഒരു വസ്തുവിനെ വളരെ വൃത്തിയായിട്ട് വളരെ നീറ്റായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള വസ്തുക്കളും നമ്മൾ അതിൽ സൂക്ഷിക്കാനായിട്ട് പാടില്ല. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, പല ആളുകളും പ്രത്യേകിച്ച് ലേഡീസ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ വാലറ്റിൽ ചെറിയൊരു മിറർ ഉണ്ടാകും അല്ലെ. മിറർ വയ്ക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഒരു മിറർ കറക്റ്റ് ആയിട്ടുള്ള മിററാണ് എന്നുള്ളത് ഉറപ്പാക്കേണ്ടതുണ്ട്. കാരണം ചില മിറർ പേഴ്സിനുള്ളിൽ ഓൾറെഡി പൊട്ടിയ രീതിയിലായിരിക്കും. ഒരു കാരണവശാലും പൊട്ടിയ മിറർ അല്ലെങ്കിൽ പൊട്ടിയ രീതിയിലുള്ള കണ്ണാടി പോലുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ പേഴ്സിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കറുത്ത നിറത്തിലുള്ള വസ്തുക്കൾ നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. കറുപ്പ് നിറം നെഗറ്റീവ് എനർജിയെ ആഗിരണം ചെയ്യുകയും അതിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നും അതുവഴി പണത്തിന്റെ ഒഴുക്ക് തടയുമെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലുള്ള വസ്തുക്കളൊന്നും തന്നെ സൂക്ഷിക്കാതിരിക്കുക. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വാലറ്റിൽ നമ്മൾ പണം സൂക്ഷിക്കുന്ന സമയത്ത് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ശരിയായ രീതിയിൽ മടക്കി വയ്ക്കണം. ഒരു കാരണവശാലും ചുരുട്ടിയോ അതുപോലെ തന്നെ നീറ്റ് അല്ലാത്ത രീതിയിൽ നമ്മൾ പണം പേഴ്സിൽ വയ്ക്കാനായിട്ട് പാടില്ല. നമുക്കറിയാം പണം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവി തന്നെയാണ് അല്ലെ. അപ്പൊ ആ ഒരു ലക്ഷ്മി ദേവിക്ക് നമ്മൾ കൊടുക്കേണ്ട ബഹുമാനം കൊടുത്താൽ മാത്രമേ ആ ധനം നമ്മുടെ കയ്യിൽ ഇരിക്കുകയുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചുരുട്ടിക്കൂട്ടിയൊക്കെ പേഴ്സിൽ ധനം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ധനം ഉണ്ടാവില്ല. ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്ന തെറ്റാണല്ലേ. ഇപ്പം ഒരു 10 രൂപയായിരിക്കും, ബാലൻസ് വന്നു കഴിഞ്ഞാൽ അത് ചുരുട്ടിക്കൂട്ടി പേഴ്സിനുള്ളിൽ അവിടെ വയ്ക്കും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. ഒരാളുടെ പേഴ്സ് കാണുമ്പോൾ മനസ്സിലാകണം അവരുടെ മേലുള്ള ആ ഒരു ദേവിയുടെ അനുഗ്രഹം എന്നാണ്. ചില ആളുകൾ വളരെ ഭംഗിയായിട്ട് പേഴ്സ് ഒതുക്കി വയ്ക്കും. ചില ആളുകളെല്ലാം ചുരുട്ടിക്കൂട്ടി അതിനുള്ളിൽ അങ്ങ് തള്ളും. അപ്പോൾ ഈ പറഞ്ഞ കൂട്ടത്തിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനിയെങ്കിലും ഈ ഒരു തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും അത് ചെയ്യാതിരിക്കുക. പേഴ്സിൽ ധനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. എന്നാൽ മാത്രമേ നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ പേഴ്സും അതിലൊരു ഭാഗമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.